പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. ആക്രമണം തുടർന്നാൽ പാകിസ്ഥാൻ ഇരട്ടി പ്രഹരം നൽകാനൊരുങ്ങുകയാണ് ഇന്ത്യ. സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചു. അതേസമയം ജമ്മു കാശ്മീരിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ജവാന് വീരമൃത്യു. ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ജില്ലയിൽ നിന്നുള്ള സൈനികൻ മുരളി നായിക്കാണ് വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് SSLC ഫലം പ്രഖ്യാപിച്ചത്. 99.5 ഇത്തവണത്തെ വിജയശതമാനം. 61,441 വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ ഫുൾ A+ നേടിയത്. ഏറ്റവും കൂടുതൽ ഫുൾ A+ നേടിയ ജില്ല മലപ്പുറം. ഏറ്റവും കൂടുതൽ വിജയശതമാനം കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കുറവ് വിജയശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ്. പരീക്ഷ എഴുതിയതിൽ 4,24,583 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെയും SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചില്ല. ഇവർ കേസിൽ പ്രതികളായ സാഹചര്യത്തിലാണ് SSLC പരീക്ഷാ ഫലം തടഞ്ഞുവെച്ചിരിക്കുന്നത്. നേരത്തെ ഇവരെ SSLC പരീക്ഷ എഴുതാൻ അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു. പരീക്ഷാ സെന്ററുകളിലടക്കം വിദ്യാർത്ഥി യുവജന സംഘടനകൾ കടുത്ത പ്രതിഷേധവും നടത്തിയിരുന്നു. നിപ്പ ബാധിച്ച യുവതിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ 49 പേരാണുള്ളത്. അതിൽ 6 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. 49 പേരുടെ സമ്പർക്ക പട്ടികയിൽ 45 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTCക്ക് സംസ്ഥാന സർക്കാർ സഹായമായി 103.24 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിനായി 73.24 കോടി രൂപയാണ് അനുവദിച്ചത്. മറ്റാവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായമായി 30 കോടി രൂപയും അനുവദിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശനം മാറ്റിവെച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം മാറ്റിയത്. മെയ് 19 രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തുമെന്നായിരുന്നു ഔദ്യോഗിക അറിയിപ്പ്. മെയ് 18 കേരളത്തിലെത്തുന്ന രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിലെ ജൂബിലി സമ്മേളനത്തിലും ശേഷം ശബരിമല സന്ദർശനവും നടത്തുമെന്നായിരുന്നു അറിയിച്ചത്. വെബ്സൈറ്റിലേക്കുള്ള പ്രവേശനം കേന്ദ്ര സർക്കാർ തടഞ്ഞതായി ഫേസ്ബുക്ക് പേജിൽ കുറിപ്പ് പങ്കുവച്ച് ദി വയർ. രാജ്യത്തുടനീളം വയറിന്റെ വെബ്സൈറ്റുകളിലേക്കുള്ള പ്രവേശനം തടഞ്ഞതായാണ് ആരോപണം. 2000 IT ആക്ട് പ്രകാരം ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടിയെന്ന് ഇന്റർനെറ്റ് സേവനദാതാക്കളെ ഉദ്ധരിച്ചാണ് ദി വയർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിർത്തിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ IPL മത്സരങ്ങൾ നിർത്തിവെക്കാൻ BCCI കളിക്കാരുടെയും കാണികളുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് ശേഷം അതിർത്തിയിലെ ഇന്നലെ രാത്രി നടന്ന ഇന്ത്യ പാക് സംഘർഷം ക്രിക്കറ്റ് ലോകത്തെയും പിടിച്ചുകുലുക്കിയിരുന്നു.